بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين. സൂറത്ത് യാസീൻ ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൻ്റെ 10-ാമത്തെ ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. 11-ാമത്തെ ആയത്തിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അവിടം വരെ ഞാനൊന്ന് നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് പാരായണം ചെയ്യാം. നിങ്ങൾ കൂടെ പാരായണം ചെയ്യേണ്ട, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام മുബീൻ. നമ്മുടെ യാസീൻ്റെ 10-ാമത്തെ ആയത്ത് നമ്മൾ അവസാനിപ്പിച്ചത് വിശദീകരണത്തിൽ 11-ാമത്തെ ആയത്തിൽ തുടങ്ങിയാൽ ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്ര വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم. മക്കത്തെ കുഫാറുകൾ മുശ്രിക്കുകളെ അവരുടെ അവിശ്വാസത്തിൻ്റെ ധാർഷ്ട്യവും ദാർഢ്യവും ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കുറേ ആളുകൾ അങ്ങനെ ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. അവർ അള്ളാഹുവിൻ്റെ ഖുർആനെയോ അത് അവതരിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെയോ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത വിധം നിഷേധത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബോധന ചെയ്തുകൊണ്ടാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുഫാറുകളുടെ വലൈക്കും സലാം കുഫാറുകളുടെ അവസ്ഥ ആണ് തൊട്ട് മുമ്പിൽ നമ്മൾ വിശദീകരിച്ചത്. തല ഉയർത്തപ്പെട്ട, ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ട കഴുത്ത്, അവരുടെ മുമ്പിൽ വലിയ സദ്ദുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, പിന്നിലും സദ്ദുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
അവരെ കാഴ്ച മങ്ങിക്കളത്തിരിക്കുന്നു. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അവർ കാണാൻ സാധ്യമല്ലാത്ത വിധം അവർക്ക് പോകേണ്ട വഴി കാണാൻ സാധ്യമല്ലാത്തവർ മേലോട്ട് പിരടിബദ്ധിതരായി പുറകിലും മുൻപിലുമൊക്കെ വലിയ കെട്ടുകൾ കൊണ്ട് അവരെ അന്ധരാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ താങ്കൾ ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ അദ്ദിക്ര വഖശിയ അർറഹ്മാന ബിൽ ഗൈബി ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ആരാണ് താങ്കളുടെ ഉപദേശം അല്ലെങ്കിൽ താങ്കൾക്ക് നൽകപ്പെട്ട മാർഗദർശക ഗ്രന്ഥമായ അദ്ദിക്ർ ഖുർആൻ, ഇന്നമാ തുൻദിറു, ആര് സ്വീകരിക്കും, മുന്നറിയിപ്പ് ആര് ഉൾക്കൊള്ളും, മൻ, ഒരുവൻ, ഇത്തബഅ അദ്ദിക്ര, അദ്ദിക്ർ ഉത്ബോധനം, ആ ഖുർആനെ പിൻപറ്റുന്നവർ ആരാണ്? ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ അദ്ദിക്ര, ആരാണ് ആ ഒരു മുന്നറിയിപ്പ് ഉൾക്കൊള്ളുന്നത്? അത് അദ്ദിക്ർ പിൻപറ്റിയവരാണ്. ഖുർആനെ ശ്രദ്ധിക്കാനും പിൻപറ്റാനും സാധിക്കുന്നവരാണ്, അത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നവരാണ്. അത് പടച്ചതമ്പുരാനടുത്തുനിന്ന് ഒരു ഉൾവിളി കിട്ടണം, ഒരു ഹിദായത്ത് കിട്ടണം, ഖശിയത്ത് കിട്ടണം. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, റഹ്മാനായുള്ള പടച്ചതമ്പുരാനെ അദൃശ്യത്തിൽ അവനെ ഉൾക്കൊള്ളാനും ഭയപ്പെടാൻ സാധിക്കണം. അതൊരു പ്രത്യേകമായൊരു ഉൾവിളിയാണ്, അത് കിട്ടണം. അവർക്ക് മാത്രമാണ് ഈ ഖുർആൻ പ്രയോജനം ചെയ്യുകയുള്ളൂ. നിൻ്റെ പ്രബോധനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അവർക്ക് മാത്രമേ അത് സ്വീകാര്യമാവുകയുള്ളൂ. ആ മുന്നറിയിപ്പ് അവർക്കേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറയാം, റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഈ ഖുർആനെ എന്നെ കേട്ടിട്ട് ഒരു ആ കാലഘട്ടത്തിലെ വലിയ സാഹിത്യമുള്ള ആളെ പേരും കിട്ടുന്നില്ല, ഓർമ്മ വരുന്നത് ഞാൻ പറഞ്ഞുതരാം, ആർക്കും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളുടെ സമൂഹത്തിൽ ഞാൻ വിശ്വസിച്ചില്ല. അയാൾ ഖുർആൻ കേൾക്കാൻ വന്നു. പലരും ഇങ്ങനെ കേൾക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടി വന്നു. ഇയാളിത് കേൾക്കാൻ വന്ന് നോക്കിയാൽ നോക്കിയപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി എന്താണ് അദ്ദേഹം പറഞ്ഞതല്ലോ. അയാൾ പറഞ്ഞു, അൽ ഖുർആനു യഅലു വലാ യുഅല എന്ന് പറഞ്ഞു. ഈ കേൾക്കുന്ന ഖുർആൻ അത് ഉന്നതമായ ഒരു നിലവാരത്തിലാണുള്ളത്. അതിനെ അതിജയിക്കാൻ ഒന്നിനും സാധ്യമല്ല. അയാളുടെ പേര് മുഗീറ, ഓക്കെ, വലീദ് ഇബ്നു മുഗീറ, ഓക്കെ, അയാളാണ് വലിയ സാഹിത്യകാരനാണ്. ഈ ഖുർആൻ ഉയർന്നു നിൽക്കുന്ന ഒരു സാധനമാണ്, നമ്മളെ ഇതിലൊന്നും പെട്ട സംഗതിയല്ല. അതിനെ അടിക്കാൻ, അതിനെ ഉയർന്നാൻ, അതിനെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഖുർആനു യഅലു വലാ യുഅല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആദ്യത്തെ കമൻറ്റ്. അത് കേട്ടപ്പോൾ അബൂജഹലിന് ചൊറി പിടിച്ചു. കാരണം വലിയ ഭാഷ അറിയുന്ന ആൾ പോയിട്ട് ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പോകൂലേ. അപ്പോൾ ആളുകളിൽ കൂടി ഇയാളെ പേടിപ്പിച്ച് പിന്നെ ആൾ മോശം പറയാൻ തുടങ്ങി. ഇയാളെക്കുറിച്ച് ആണ് ഖുർആനിൽ പല സൂറത്തുകളിലായിട്ട് ഉസ്ലീഹി സഖർ എന്നൊക്കെ പറഞ്ഞു, അവനെ നരകത്തിലേക്ക് ഞാൻ വലിച്ചെറിയും എന്നൊക്കെ പറഞ്ഞാൽ ഈ വലീദ് ഇബ്നു മുഗീറയെ കുറിച്ചാണ്. അപ്പോൾ ഇത് അറിയാവുന്ന ഭാഷാപരമായി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾക്ക് പോലും അതിൻ്റെ നേർമാർഗം ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ അദ്ദിക്ര വഖശിയ അർറഹ്മാന ബിൽ ഗൈബ്, അള്ളാഹുവിന് റഹ്മാനായുള്ളവനെ അദൃശ്യത്തിൽ ഉൾക്കൊള്ളാനും ഭയപ്പെടാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഖുർആൻ പിൻപറ്റാനും നിങ്ങളുടെ മുന്നറിയിപ്പ് ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് ഫബശ്ശിർഹു, നീ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. എന്താ സന്തോഷ വാർത്ത? ബിമഗ്ഫിറ, അള്ളാഹുവിൻ്റെ പൊറുക്കൽ, പാപമോചനം. അത്ര പാപികളായാലും ഈ ഒരു മാർഗത്തിലേക്ക് അവർ വരാൻ സ്വമേധയാ ആ രീതിയിൽ ഖശിയർ റഹ്മാന ബിൽ ഗൈബാവുകയും ഈ ദിക്റിനെ പിൻപറ്റാൻ തയ്യാറാവുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും. അവരുള്ള വിഷയങ്ങളൊന്നും ഒരു വിഷയമല്ല, എല്ലാ കാര്യങ്ങളും പുറത്തു കൊടുക്കും. ഫബശ്ശിർഹു, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കൂ. ബിമഗ്ഫിറത്തിൻ,
പാപമോചനം. വഅജ്റിൻ കരീം, മാന്യമായ പ്രതിഫലം. മാന്യമായ പ്രതിഫലം, വളരെ മഹത്തരമായ പ്രതിഫലം, ഉന്നത നിലവാരമുള്ളത്. സ്വർഗ സുഖങ്ങളെക്കുറിച്ചൊക്കെ കരീം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കരീം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുദ്ഖലൻ കരീമ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാന്യമായ പ്രവേശനം നൽകുന്നതായിരിക്കും പിന്നെ സ്വർഗത്തിലേക്ക്. അപ്പോൾ ആ സ്വർഗപ്രവേശനാർത്ഥം അത്ര നല്ല ഉന്നതമായ പ്രതിഫലവും അള്ളാഹുവിൻ്റെ പാപമോചനവും മഗ്ഫിറത്തും അവർക്ക് വേണ്ടി നീ സന്തോഷ വാർത്ത അറിയിക്കാം. അപ്പോൾ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്മാർഗവും ഒക്കെ പിൻപറ്റുന്നവർ എന്ന് പറഞ്ഞാൽ കുറച്ച് വഴക്കമുള്ളവരാണ്. അള്ളാഹുവിനെ അദൃശ്യത്തിൽ ഭയപ്പെടുന്ന ഈമാനുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതൊക്കെ ആ ഉത്ബോധനവും മുന്നറിയിപ്പും ഒക്കെ ഗുണകരമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഓരോ ജീവിതത്തിൽ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ. എത്ര ആളുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഖുർആനും ഹദീസും ഒക്കെ ഭംഗിയായിട്ട് പഠിച്ച് അതിൻ്റെ തഫ്സീറുകളും മുഫസ്സിറുകളും കാര്യങ്ങളൊക്കെ ബൈഹാർട്ടൊക്കെ ഉള്ള എത്ര പണ്ഡിതന്മാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഖുർആനിലും വളരെ ബൈഹാർട്ടായിട്ട് ബയല് പറയുന്ന എത്ര ആളുകളുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് തൗഹീദിനെതിരെ തുരങ്കം വെക്കുന്ന, അതിന് തന്നെ ഖുർആൻ ആയത്തോ ഹദീസോ ഉപയോഗിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ച ആളുകളെ വഴിതെറ്റിക്കുന്ന ആളുകൾ എത്ര ഉണ്ട്. അപ്പോൾ ഇത് പടച്ചവൻ്റെ അടുത്ത് കിട്ടണം ഈ സാധനം. അപ്പം അത് ഈ വിവരം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കഴിവ് കൊണ്ടൊന്നും ആർജിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയല്ല ഇത്. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്താണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നുള്ള നിസ്കരിക്കുന്ന ആളോടല്ലേ പറയാൻ പറഞ്ഞത് അല്ലേ? ഒന്നാമത്തെ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ നീ ഞങ്ങളെ വഴി നടത്തണം. നമ്മൾ നിസ്കരിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിലാണ്. എന്നിട്ടും അത് 5 പ്രാവശ്യം നമ്മൾ 4 പ്രാവശ്യം ഓരോ റക്അത്തിലും പറയുന്നു. 17 പ്രാവശ്യം നിർബന്ധമായിട്ട് പറയണം. ഫാത്തിഹയിൽ നിസ്കാരമില്ലല്ലോ. 17 പ്രാവശ്യം ഒരു മുസ്ലിം ഒരു ദിവസം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ആ ദുആ എത്ര വലുതാണ്. അപ്പോൾ അത് അള്ളാഹുവിനോട് ദുആ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മളെ ഹിദായത്ത് നമ്മൾക്ക് ഉറപ്പിക്കണമെങ്കിൽ പഠിച്ചവൻ തൗഫീക്ക് വേണം എന്നർത്ഥം. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഒരു രൂപം. അപ്പോൾ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു, അതെടുത്തായതാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. പടച്ചതമ്പുരാൻ മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ ആണ് പറയാൻ പോകുന്നത്. തീർച്ചയായും നാം അള്ളാഹു നഹ്നു നാം നുഹി അഹ്യാ യുഹി എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുക. നുഹി നാം ജീവിപ്പിക്കുന്നു. അൽ മൗത മരിച്ചവരെ നാം ജീവിപ്പിക്കുന്നു. നഹ്നു നുഹിൽ മൗത. ഇവിടെ എഴുതിയ വാക്കും അതിൻ്റെ അർത്ഥവും ഇങ്ങനെ പറയുന്നത് നോക്കാം. ഇന്നാ നഹ്നു നുഹിൽ മൗത, നുഹി നാം ജീവിപ്പിക്കുന്നു, അൽ മൗത മരണപ്പെട്ടവരെ, പ്ലൂറലാണ്, മൗത മരിച്ചവരെ. വനക്തുബു കാണില്ലടെ, വനക്തുബു എന്താ അർത്ഥം? നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വാവ് അല്ലേ, വ ആൻഡ് നക്തുബു നാം രേഖപ്പെടുത്തുന്നു. വനക്തുബു നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് കൂടാതെ എന്ന് മലയാളത്തിൽ വന്നത്. എന്താ രേഖപ്പെടുത്തുന്നത്? മാ മാ എന്ത് എന്നുള്ളതാണ് മാ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മാ എന്തോ ഖദ്ദമു അവർ പ്രവർത്തിച്ചത്. ഖദ്ദമ യുഖദ്ദിമു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഖദ്ദമ എന്ന വാക്കർത്ഥം മുന്നോട്ട് വെച്ച് എന്നർത്ഥം. ഖദ്ദമ എന്ന് പറഞ്ഞാൽ ഫോർവേഡ്, മുന്നോട്ട് വെച്ചു എന്നർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർ മുന്നോട്ട് പ്രവർത്തിച്ച കാര്യങ്ങൾ, അവർ ചെയ്തത് എന്നർത്ഥം. അതാണ് അർത്ഥം. മാ ഖദ്ദമു അവർ ചെയ്ത കാര്യങ്ങൾ.
വആസാറഹും, ശ്രദ്ധിക്കണേ, അവർ ചെയ്ത കാര്യങ്ങൾ, അമലുകളും അമലിൻ്റെ അസറുകളും അള്ളാഹു രേഖപ്പെടുത്തും. അമലുകളും അമലിൻ്റെ പ്രതിഫലനങ്ങളും. ഒന്ന് ശരിക്കും വെച്ചോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും എഫക്റ്റ് അതും നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർക്കപ്പെടും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കും, ആരെയും വിടൂല, എല്ലാം മരിച്ചവരെയും നാം എന്താക്കും? ഉയർന്നെടുപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവരുടെ പ്രവർത്തനങ്ങൾ നാം രേഖപ്പെടുത്തുന്നു. നക്തുബു മാ ഖദ്ദമു, അവർ ചെയ്തത്, വആസാറഹും, അതിൻ്റെ അസറുകളും രേഖപ്പെടുത്തും. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, എല്ലാം നാം കൃത്യം, അഹ്സാ യുഹ്സി എന്ന് പറഞ്ഞാൽ കണക്ക് വെച്ച് രേഖപ്പെടുന്നതിനാണ് പറയാം. 1 2 3 4 അഹ്സ. അഹ്സ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആധുനിക അറബിക അർത്ഥം. എഹ്സ, മർക്കസുൽ എഹ്സ എന്നല്ലേ എന്താണ് നമ്മുടെ ഇതെന്ന് പറയാം, CPR അതിൽ പറയാം. ഓക്കെ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് സെൻറ്റർ എന്നതിന് പറയാം. എന്താണ് അൽ എഹ്സ, അഹ്സൈന, അഹ്സ എന്നാൽ എണ്ണി തിട്ടപ്പെടുന്ന പറയാം. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, എല്ലാം നാം എണ്ണി തിട്ടപ്പെടുത്തി, എല്ലാ നല്ലതാണ് നിങ്ങളെ പ്രവർത്തനം എന്താണോ അതൊക്കെ രേഖപ്പെടുത്തി വെക്കും. ഫി ഇമാമിൻ മുബീൻ. എന്താ ഇമാം എന്ന് പറഞ്ഞാൽ? ഇമാം എന്ന് പറഞ്ഞാൽ നമ്മളെ ലീഡർ എന്നൊരു അർത്ഥമുണ്ട്. ആ അർത്ഥമല്ല ഇവിടെ. ഇമാം എന്ന് പറഞ്ഞാൽ രേഖ എന്നർത്ഥം. ഇമാമിൻ മുബീൻ, വ്യക്തമായ രേഖയിൽ നാം രേഖപ്പെടുത്തും. നമ്മുടെ കിതാബ്, നമ്മുടെ കർമ്മരേഖ, അല്ലാഹ് പറഞ്ഞല്ലോ കർമ്മ എല്ലാം അല്ലേ അല്ലേ. എന്താണ്? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കും നാം പറയില്ല അള്ളാഹ് ഏൽപ്പിച്ച മലക്കുകളുടെ പേരിൽ എഴുതപ്പെടാതെ. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുന്ന കർമ്മരേഖ, അതിൽ നാം കൃത്യമായി എഴുതി വെക്കും. ഇത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു എത്ര കൃത്യമായി നിരീക്ഷിക്കുന്നുവെന്നും ഇത് പുനരുത്ഥാനത്തിൽ നാം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും എന്നതിൻ്റെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയമാണ് അടിസ്ഥാനപരമായി മക്കത്തെ മുശ്രിക്കുകൾ നിഷേധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മുഖവരി പറഞ്ഞു ഓർക്കുന്നില്ലേ അല്ലേ? ഈ സൂറത്തിൻ്റെ തന്നെ അവസാനത്തിൽ ഞാൻ പറഞ്ഞതും മുഖവരി പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നത് മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം എന്ന് മക്കത്തുള്ള ഒരു നിഷേധിയായ ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ഈ മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു ഉണങ്ങിയ എല്ലും പിടിച്ച് അവൻ്റെ മുമ്പ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊടി പാറ്റിയിട്ട് പറഞ്ഞു, ഇതിനെയാണോ ഈ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞ് എന്ത് പൊട്ടക്കുവാത്തായി പറയുന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ മക്കത്തെ കുഫാറുകളുടെ അടിസ്ഥാനപരമായ വിശ്വാസരാഹിത്യം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ്. മരണത്തിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഈമാനിൻ്റെ ഒരു അടിസ്ഥാന വങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യത്തിൽ. ഈമാൻ കാര്യത്തിന് 6 അതിൻ്റെ മെയിൻ 2 തൂണുകളാണിത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും. പടച്ചവനിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ അള്ളാഹിൻ്റെ അടുത്ത് ഞാൻ വിചാരണക്ക് വേണ്ടി വരും, അവിടെ എനിക്ക് സ്വർഗ്ഗം നരകം ശാശ്വതമായൊരു ജീവിതമുണ്ട്. ഇത് രണ്ടും ഒരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനിടയിലുള്ള സ്വാഭാവികമായിട്ട് കിട്ടിക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഈ മക്കത്തെ അവിശ്വാസികൾക്ക് ബോധ്യപ്പെടാത്തൊരു സംഗതി ബഅസിലുള്ള വിശ്വാസമാണ്, പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമില്ലായ്മ ബോധ്യപ്പെടാൻ. അത് പല സ്ഥലങ്ങളിലായിട്ട് ഖുർആനിലുണ്ട്. സൂറത്തുൽ നാസിയാത്തിൻ്റെ ഭാഗത്ത് ഞാൻ കഴിഞ്ഞ മുഖവരിനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലു തിൽക ഇദൻ കറ ഇന്നാ ലമബ്ഊസൂന അല്ലേ? എന്തായിരുന്നു പറഞ്ഞത്? അവർക്ക് സൂറത്തുൽ നാസിയാത്ത് ഓർമ്മയുള്ള യഖൂലൂന ഇന്നാ ലമബ്ഊസൂന ഫിൽ ഹാഫിറ ഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ വഇദാ ഹും ബിസാഹിറ.
എന്നാണ് പറയുന്നത്. ഇവർ വന്നിട്ട് നിഷേധികളെ പറയുന്നത് ഞങ്ങളെ ഈ നുരുമ്പിയ എല്ലും ആകെ കുഴിമാടങ്ങളിൽ നമ്മളെ രണ്ടാമത് പുനരുജ്ജീവിക്കുകയെ, അത് സംഭവം എന്നാ വലിയ സംഭവം തന്നെയാണല്ലോ, പരിഹസിക്കാം. അള്ളാഹിന് മറുപടി എന്തറിയോ, നിനക്കൊരു സെക്കൻഡ് അതിന് വേണ്ടുള്ളൂ. ഒരൊറ്റ ശബ്ദം മതി, നിങ്ങളെല്ലാം ഈ അടിച്ച് നിരത്തപ്പെട്ട ഈ ശുഭ്രഭൂമിയുടെ ഉപരിതലത്തിലേക്കെല്ലാം പൊന്തേ വരും. ആ പുനരുത്ഥാനത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. ഇതിനുള്ള വിശ്വാസം, പുനരുത്ഥാനത്തിനുള്ള വിശ്വാസം, യൗമുൽ ആഖിറിലുള്ള വിശ്വാസം, അടിസ്ഥാനപരമായ വിശ്വാസം. ഈ വിശ്വാസം നമുക്ക് ബോധ്യമുണ്ടോ, എത്ര ബോധ്യമുണ്ടോ അത്രയും നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കും. ഇതിൻ്റെ ബോധ്യത്തിൻ്റെ കുറവനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഹങ്കി പങ്കി സ്വഭാവം ഉണ്ടാകും. ദൃഢബോധ്യം ഉണ്ടാവേണ്ട സംഗതിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രേഖപ്പെടും. അതാണ് കുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. വ്യക്തമായി ഒരു സംശയം ഉണ്ടാകില്ല. അല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നായി പോകുന്നില്ല. എന്താ ചെയ്തത്? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ. ഇത് പടച്ചതമ്പുരാൻ്റെ പ്രോമിസുകളാണ്. അണുമണി തൂക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അവിടെ കാണും, തിന്മ ചെയ്താലും കാണും. ഇത് വലിയ നമ്മുടെ ഈമാൻ കാര്യത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം. ഈ വിശ്വാസം നമ്മൾ എത്രമാത്രം ഗൗരവത്തിലുണ്ടോ അത്രമാത്രം നമ്മൾ പെർഫെക്ഷനിലേക്ക് പോകും. ചെയ്യുന്ന ഓരോ പണിയും ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അതെൻ്റെ ബാഡ് റെക്കോർഡിലേക്കാണല്ലോ പോവുക, ഒരു മാർക്ക് കുറയുമല്ലോ എന്നാലോചിക്കും അല്ലേ. നമ്മളിപ്പോൾ പരീക്ഷ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാവുന്നതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് എഴുതും അല്ലേ. ശ്രദ്ധിക്കും എഴുതിയല്ലോ ശരിയാണോ, തെറ്റായി പോയിട്ടുണ്ടോ, ജാവാചകത്തിന് മിസ്റ്റേക്ക് ഉണ്ടാകും, മാറ്റിയിട്ട് അല്ലെ റബ്ബ് ചെയ്തിട്ട് രണ്ടാമത് അട ഭംഗിയാക്കി എഴുതും. എന്താ കാര്യം? ഇത് നോക്കിയിട്ടാണ് എനിക്ക് മാർക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ജീവിതം എന്നത് പരീക്ഷയായിട്ട് അള്ളാഹിനാണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇതിൽ നമ്മൾ പരീക്ഷ ഉള്ളത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ മരണവും ജീവിതമൊക്കെ തന്നതിനാ നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി പണിയെടുക്കുന്നത് എന്നറിയാമോ. എന്നാൽ ഏറ്റവും കുറേ ചെയ്യുന്നത് അക്തർ അമല എന്നല്ല പറഞ്ഞത്. ചെയ്യുന്ന പണി ഭംഗിയായിട്ട് സിൻസിയറായിട്ട് സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ ഇബ്തില, പരീക്ഷ. ആ പരീക്ഷ നമ്മളുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. ഇനി ആസാറിനെ കുറിച്ച് പറഞ്ഞാലോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആലയോലികൾ പോലും നമുക്ക് രേഖപ്പെടുത്തി വെക്കും. നന്മയാണെങ്കിൽ നന്മ, ആ നന്മ കൊണ്ട് കിട്ടുന്ന നന്മകളുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരായത്ത് പ്രചരിപ്പിച്ചു ചെയ്തു, ഒരു ലീഫ്ലെറ്റ് പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു നന്മ ഒരാളോട് പറഞ്ഞു, അയാൾ കേട്ടു. ഒന്ന് അയാൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇത് നമ്മൾ പറയും. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു ക്ലാസ്സുകൾ നിങ്ങൾ പലതും കേട്ടു, അത് നമ്മൾ ഉൾക്കൊണ്ട് അത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ അത് രൂഢമൂലമായി അതനുസരിച്ച് നമ്മളെ പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നു. ഇതിൻ്റെ ഒക്കെ കൂലി നമ്മൾ പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് അസർ. നിങ്ങളത് വേറെ ആളോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ മക്കളിലേക്ക് പ്രസരിപ്പിച്ചു, നിങ്ങളെ കുടുംബത്തിലേക്ക് പ്രസരിപ്പിച്ചു. അപ്പോൾ ഒരു ഇൽമ് നമ്മൾ ഒരു സംഗതി ചെയ്താൽ അത് എത്ര അലയൊലികളായിട്ട് പോവും. ഇതാണ് ആസാർ. അപ്പം പ്രവർത്തനങ്ങളുടെ അസറുകൾ പ്രവർത്തനങ്ങളെക്കാൾ വലുതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ബുഖാരി ഇമാമിൻ്റെ ഒക്കെ ഒരു കാര്യം ഒരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരല്ലേ ബുഖാരി ഇമാമിനെ പറയാം. ഈ ലോകത്ത് പറയപ്പെടാത്ത ഹദീസ് എന്ന് പറയുന്നത് ബുഖാരി എന്നല്ലേ പറയാം അല്ലേ. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഇങ്ങനെ അതെടുത്തിട്ട് ഇങ്ങനെ, അതുകൊണ്ടാണ് നമ്മളെ വ്യവഹാരം മുഴുവൻ. അപ്പോൾ അദ്ദേഹം എത്ര കൊല്ലം മുമ്പ്, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു പോയ ആളാണ്. ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ നടക്കും അല്ലേ. ഇതാണ് ആസർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തിരുന്നുണ്ടല്ലോ അല്ലേ. ഇതവിടെ ഇപ്പോൾ എത്ര ആളുകൾ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളാണ് യൂട്യൂബിൽ കിടക്കുന്നത്. ഇപ്പോഴത്തെ ആധുനിക അവസ്ഥ പറയുകയാണെങ്കിലല്ലേ, അവർ മരിച്ചു പോയാലും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ അസറുകളാണ്, പ്രവർത്തനങ്ങളുടെ അസറുകൾ. ഇത് വെറും ഒരു വൈജ്ഞാനിക മേഖലയിൽ മാത്രം പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കണ്ട. നിങ്ങളിപ്പോൾ ഒരാൾക്ക് ഒരു സേവനം ചെയ്തു, അല്ല ഒരാൾ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചു, ആ സഹായിച്ച ആൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അതിൻ്റെ അസറുകൾ എങ്ങോട്ട് പോകുന്നോ ആ അസറുകളുടെ ഒക്കെ കൂലി നമുക്ക് കിട്ടും. ഒരാളെ അസുഖമായി കിടക്കുന്ന ഒരാളെ അയാൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു,
പിന്നെ മുജീബേ അല്ലേ ഇന്ത്യയിലേക്ക് വന്നാ കേട്ടോ, എൻ്റെ സാമൂഹിക സേവനത്തിലേക്ക്. ഒരാൾ അസുഖമായിട്ട് കിടക്കുന്നു, അപ്പോൾ അയാളെ ശുശ്രൂഷിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ അയാൾക്ക് അസുഖം മാറി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് അതിൻ്റെ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള നന്മ അതൊക്കെ ഈ ചെയ്ത ആളുകളിലേക്ക് അത് തിരിച്ചു വരും. അതായത് പൂർണ്ണമായ ന്യായം അള്ളാഹു നടപ്പാക്കുന്നർത്ഥം. അത് നമുക്ക് അർഹമായ സംഗതിയാണല്ലോ. അപ്പോൾ ഈ ആസാർ വളരെ വിഷയമാണ്. അപ്പോൾ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആതാറഹും, എല്ലാ മരിച്ചവരെയും നാം എഴുന്നേൽപ്പിക്കും, നിങ്ങൾ ചെയ്തതും നിങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലനങ്ങളും എല്ലാം നാം ഭംഗിയായി കൃത്യമായ ഒരു രേഖപ്പെടുത്തൽ ആ കിതാബ് ഭൂമിയിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ഈ സമയത്താണ് നമുക്കൊരു ഹദീസ് വേണമെന്ന് പറഞ്ഞില്ലേനോ, نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ഹദീസ് കേട്ടോളൂ. ഇന്നത്തെ ഹദീസുമായി കാണോ, വായിക്കാൻ കിട്ടുമോ? കാണോ? പെണ്ണുങ്ങളെന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർത്താനത്തിലാന്ന് തോന്നുന്നല്ലോ. ആ അതിൻ്റെ അതങ്ങ് 27 എന്നാൽ പിന്നെ എയർ മാത്രം വലിച്ചോളും, തണുപ്പുണ്ടാവില്ല. ഓക്കെ, ഇത് ആയത്ത് വായിക്കാൻ കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഹദീസിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്നിപ്പ് ചെയ്തെടുത്താണ്. അതിൻ്റെ വ്യക്തമായ രൂപം ഇത് ആ ഹദീസിൻ്റെ വിശദമായ ഹദീസാണ്. ആ ഹദീസിൻ്റെ വലിയ ഫുൾ ഹദീസ്, അതിൽ നമുക്ക് വേണ്ട ഭാഗം മാത്രം നമ്മൾ എടുത്തതാണ് ഈ സാധനം. എന്താ ഞാൻ പറഞ്ഞുതരാം. ഇനി അത് ഭംഗിയായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി എഴുതിയതാണ് സാധനം. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതൊന്ന് വായിച്ചു നോക്കിയേ. ആഷിദ ഇത് വായിക്കേ അതാ സ്ക്രീനിലതാ. ഞാൻ വായിക്കാം. قال رسول الله صلى الله عليه وسلم من سن في الإسلام سنة حسنة فله أجرها أجر من عمل بها بعده. ഇതാണ് ഇസ്ലാമിൽ ഒരാൾ ഒരു നല്ല ചര്യ തുടങ്ങിയാൽ ഫലഹു അജ്റുഹ, അവനതിൻ്റെ പ്രതിഫലമുണ്ട്. വഅജ്റു മൻ അമല ബിഹ ബഅദഹു, ആര് ആ ചര്യ പിൻപറ്റി ആരത് തുടർന്നു കൊണ്ടുപോകുന്നുവോ അവരുടെ എല്ലാ പ്രതിഫലവും ഈ തുടങ്ങിയ ആൾക്ക് കിട്ടും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ, ആ ചെയ്തവരുടെ പ്രവർത്തനം കുറയാതെ തന്നെ അത് തുടങ്ങി വെച്ച ആൾക്ക് കിട്ടും. അതേ ഫ്രേസ് തന്നെയാണ് പിന്നെ ഉപയോഗിച്ചത്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅ, മോശമായ ഒരു സംഗതി ഇസ്ലാമിൽ ഒരാൾ തുടങ്ങിയാൽ കാന അലൈഹി വിസ്റുഹ, അതിൻ്റെ ഭാരം അവൻ്റെ പേരിലുണ്ട്. വ വിസ്റു മൻ അമില ബിഹാ മിൻ ബഅദി, അതിന് ശേഷം ആരൊക്കെ അത് പിൻപറ്റിയോ അതിൻ്റെ ഒക്കെ ഭാരം ഇങ്ങ് പോരും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ഷൈഅ, അവരുടെ ഭാരത്തിൽ നിന്നും ഒന്നും കുറയാത്ത ഇങ്ങ് പോരും ചെയ്യുന്നു അർത്ഥം. അപ്പം നന്മ ചെയ്താൽ അർത്ഥം ഇസ്ലാമിൽ ഒരാൾ നല്ലൊരു പ്രവണത സുന്നത്ത് ആരംഭിച്ചാൽ അതിൻ്റെ പ്രതിഫലവും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലവും അവന് ലഭിക്കും. അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയുകയില്ല. ആരെങ്കിലും ഒരു മോശം പ്രവണത ആരംഭിച്ചാൽ അതിൻ്റെ പാപവും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പാപവും അവനുണ്ടായിരിക്കും. അവരുടെ പാപത്തിൽ നിന്നൊന്നും കുറയുമില്ല മറ്റുള്ളവരുടെ. അപ്പം നന്മ തുടങ്ങി വെക്കുക, അതിൻ്റെ
പ്രതിഫലനങ്ങൾ ആർക്കൊക്കെ ഒന്നുണ്ടാവും അതൊക്കെ നന്മ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് തന്നെ ഇന്നാ നഹ്നു നഹ്യിൽ മൗത വ നക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ എന്ന് പറയുന്ന ആശയം. ഇതൊക്കെ പഠിച്ചൂടെ? ഇതാകെ പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. അത് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഇതേ വാച്ച് തന്നെയാണ് സുന്നത്തൻ സയ്യിഅ. ഹസന എന്നുള്ള സയ്യിഅ എന്ന് മാറ്റും. ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമല ബിഹാ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ, ഇത്രേ അതിൻ്റെ ടെക്സ്റ്റ് ഉള്ളൂ. ബാക്കി സയ്യിഅത്താക്കി മാറ്റിയതാണ്. പിന്നെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്നുള്ളത് സയ്യിഅ. കാന അലൈഹി വിസ്റുഹ, പാപഭാരം അവരുടെ മേൽ ഉണ്ടാവും. വവിസ്റു മൻ അമില ബിഹാ, ആരൊക്കെ അത് പ്രവർത്തിച്ചോ അവരുടെ ഭാരവും അവരുടെ പേരുണ്ടാവും. മിൻ ഗൈരി അൻ യൻഖുസ്, ഒട്ടും കുറയാതെ, മിൻ ഔസാരിഹിം ഷൈഅ, അവരുടെ പാവഭാരത്തിന് ഒട്ടും കുറയാതെ ഈ തുടങ്ങി വെച്ച ആൾക്കും കിട്ടും. അതാണ് ഹദീസ്. ആ ഹദീസ് ഓർക്കുക, പഠിക്കുക. ഇത് ഈ നക്തുബു ആസാറഹു എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു സിറ്റുവേഷനാണ് തഫ്സീറിലുള്ള. എന്താ അത്? നക്തുബു മാ ഖദ്ദമു വ ആസാറഹും എന്ന് പറഞ്ഞു സൂറത്ത് യാസീനിൽ. അപ്പം പിന്നെ അവരുടെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ബനി സലമയും കുടുംബവും മദീന പള്ളിൻ്റെ കുറേ ദൂരത്താണ്. പള്ളിയിൽ പോകാനും ഉള്ള എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിൻ്റെ അടുത്തൊക്കെ ഫ്ലാറ്റ് എടുക്കുന്ന മാതിരി. അപ്പോൾ ആർന്ന് പോലും ഫോരെയൊക്കെ പൊളിച്ചിട്ട് മദീനൻ്റെ സറൗണ്ടിങ് എവിടെയെങ്കിലും താമസം മാറ്റാൻ വേണ്ടിയിട്ട് ആലോചിച്ചാണ് റസൂലുള്ളാഹി. അപ്പോൾ റസൂലുള്ളാഹി അത് ഇഷ്ടപ്പെട്ടില്ല. എന്താ മൂപ്പർ പറഞ്ഞു അറിയോ? ആ റെഡിൽ എഴുതിയതാ, അലാ തഹ്തസിബൂന ആസാറക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കാൽപാദങ്ങളുടെ അസർ നിറം, നിങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് നടന്നാൽ വരുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂലി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അത് കണക്കൂട്ടുന്നില്ലേ? നക്തുബു മാ ഖദ്ദമു ആസാറഹും വകുല്ലു ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്നല്ലേ പറഞ്ഞേ അല്ലേ? അപ്പോൾ നക്തുബു മാ ഖദ്ദമു ആസാറഹും, അസറുകൾ, ആ അസറുകൾക്ക് വേണ്ടി നീ കണക്കൂട്ടുന്നില്ലേ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ കുറെ വെച്ചിട്ട് അവിടെ നിന്ന് പള്ളിയിലേക്ക് വരിക, നമുക്ക് കൂടുതൽ കൂലി കിട്ടും. അത് കേട്ടപ്പോൾ അവർ മാറ്റൽ നിർത്തി. അതാണ് അവർ ബന്ധപ്പെട്ട ഹദീസ്. അപ്പോൾ ഇത്രയുമാണ് ഈ സൂറത്ത് യാസീൻ്റെ ആദ്യ ഭാഗത്തെ കുഫാറുകളെ കുറിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിതനായ പ്രവാചകത്വവും ഖുർആനും അത് അവർ സ്വീകരിക്കാത്ത അവസ്ഥയും അവരുടെ മാനസികാവസ്ഥയും, അത് കോണ്ടെക്സ്റ്റൽ മീനിങ്, അത് ഏത് കാലഘട്ടത്തിലും ഇതന്നെ കാര്യം അപ്ലൈ ചെയ്യാം. ഇത് സ്വീകരിക്കാൻ ഒരു നല്ല മനസ്സ് വേണം. ഇതിനെക്കുറിച്ച് പിന്നെ ഇത് ഒരു ദൈവത്തിൻ്റെ അവതരിപ്പിക്കപ്പെട്ട ഒരു യഥാർത്ഥ ഒരു മനസ്സിനൊരു വഴക്കം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ നന്മകളെക്കുറിച്ച് കൃത്യമായിട്ട്. ഇപ്പോൾ പല ആളുകളായിട്ട് ഖുർആനെക്കുറിച്ച് പഠിക്കുകയും അമുസ്ലിങ്ങൾ ആളുകൾ തന്നെ ഖുർആനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഗുണഗണങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നില്ലേ? പലരും പിന്നെ ഇസ്ലാമിലേക്ക് വന്ന ആളുകളൊക്കെ ആ രീതിയിൽ ഇതിനെക്കുറിച്ച് അതിലുള്ളൊരു ഒരു എഫക്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുകയും അങ്ങനെ നല്ല വഴിക്ക് വരികയൊക്കെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ അള്ളാഹു അതിന് വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുന്നതാണ്, അത് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾക്ക് മഗ്ഫിറത്തും അജ്റിൻ കരീം ലഭിക്കും, പാപമോചനവും ലഭിക്കും, മാന്യമായ പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വ നക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇനി മക്കത്തെ ആളുകൾ ഇങ്ങനെ വിശ്വാസരാഹിത്യവും അതിനുള്ള ധാർഷ്ട്യവും കൊണ്ട് നടക്കുന്ന ആളുകളോട് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി അള്ളാഹു ഒരു ഉദാഹരണം, ഒരു സംഭവ കഥ പറയുകയാണ്. അതാണ് അടുത്ത ഭാഗം പറയുന്നത്. വദ്രിബ് ലഹും, നമുക്ക് തോന്നുന്നത് നമ്മുടെ സമയം
പിന്നെ 9:30 ഇപ്പോൾ ഉള്ളത്. ഇതിലേക്ക് ഒന്ന് പ്രവേശിച്ച് നമുക്ക് നിർത്താൻ തോന്നുന്നു. വല്ല ഇതാവില്ല. ഞാൻ ആ ഭാഗം നോതാം. أعوذ بالله من الشيطان الرجيم واضرب لهم مثلا أصحاب القرية واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. ഈ കുഴഞ്ഞ വായന ഒന്ന് അവസാനിപ്പിക്കുക. കുഴഞ്ഞ വായനല്ല, വർഷങ്ങൾക്കെല്ലാം ഒരു റബ്ത്ത് ഉണ്ടാവട്ടെ. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا ഞങ്ങൾക്ക് പ്രശ്നം എന്ന് അറിയാം. ഈ മദ് കാണുന്നിടത്തിലൊക്കെ നീട്ടുന്നതുകൊണ്ടാണ് ഒന്നായിട്ട് പോകാത്തത്. ചിലർ നീട്ടും, ഞാൻ നീട്ടാണ്ടാവുന്നത്. നീട്ടാത്തെന്ന് പറഞ്ഞാൽ 2 തരം മദ്ദുണ്ട്. മദ് മുത്തസിൽ, മദ് മുൻഫസിൽ. നമ്മൾ ആ ഭാഗത്തേക്ക് അത്ര പോയിട്ടില്ല, തിരിച്ചറിയാൻ വേണ്ടി പറയാം. എന്താണ് ഖുർആനിൽ മദ്ദിൻ്റെ അടയാളം കാണും. എല്ലാ കാണത്തിലും നീട്ടുന്നതിന് പകരം 2 വാക്കുകളിലായിട്ട് വരുന്ന മദ് നീട്ടാതിരിക്കുക ഓപ്ഷൻ ഉണ്ട്. അത് നീട്ടുന്ന പറഞ്ഞാൽ 5 കതിർ 6 കതിറൊക്കെ നീട്ടുന്ന, അതായത് സാമാന്യ ദീർഘം മാത്രം ചെയ്യുക. ഒരു വാക്കിൽ വരുന്ന മദ് അതിൻ്റെ മുകളിലുണ്ടാവും വര. ഒരു ലഫ്ദിനുള്ളിൽ വരുന്ന മദ് 5 കതിർ 6 കതിർ നീട്ടണം. ഇവിടെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ആബാഉഹും എന്ന് പറയില്ലേ, ഇല്ലേനോ? നേരത്തെ ഓദ്യത്തിലുള്ളത് അല്ലേ? പിന്നെ ഇത് ഉണ്ടോ? واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. അവിടെ നിർബന്ധമായിരുന്നു കേട്ടോ. إذ جاءها المرسلون അത് ഒറ്റ വാക്കാ, ജാ എന്നുള്ള ഒറ്റ വാക്കാ. ഇനി إذ أرسلنا إليهم 2 അവിടെ ഒരു മദ്ദില്ലേ, ഇങ്ങനെ നീട്ടിയോ? ഓക്കെ, അവിടെ മദ്ദിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്. കാരണം അർസൽന എന്ന് പറയുന്ന ദീർഘം പിന്നെ ശേഷം ഒരു ഹംസ വന്നുകൊണ്ടാണ് അവിടെ മദ് വന്നത്. പക്ഷേ അത് രണ്ട് വാക്കിലാണ്, 2 വാക്കുകളിലാണ് അത് വന്നത്. അത് ജോയിൻറ്റ് ചെയ്യാവുന്നിടത്തിലാണ് ആ സിറ്റുവേഷൻ ഉള്ളത്, ഒരു വാക്കിനുള്ളിലല്ല. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ഒരു വാക്ക് 2 വാക്ക് ചേരുന്നേരം വരുന്ന മദ് നീട്ടണ്ട. ഒറ്റ വാക്കിനുള്ളിൽ വരുന്നതാണ് നീട്ടേണ്ടത്. അതാണ് ഖുർആൻ ഓതുന്നത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇത് 2 വാക്കുകളുള്ള കുറേ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെയും ഒക്കെ വെച്ചിട്ട് നമുക്കത് സാമാന്യ ദീർഘത്തിൽ ഒതുക്കിയാൽ മറ്റേ മദ് മാത്രം നീട്ടിയാൽ നമുക്ക് കുറച്ച് സൗകര്യമുണ്ട് അല്ലേ? അപ്പം ഇദ് അർസൽനാ ഇലൈഹി നീട്ടിയില്ല, സാമാന്യ ദീർഘമുള്ളൂ.
إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إن അർമദില്ലേ പക്ഷേ ഖാലൂന്നും ഇന്നാന്ന് രണ്ടുള്ളത് രണ്ട് വാക്കിലാണ്. മനസ്സിലായോ? മദ് മുൻഫസിൽ എന്നതിന് പറയാം. ഇൻഫസൽ എന്ന് പറഞ്ഞാൽ വേറിട്ടത് അർത്ഥം. രണ്ട് വാക്കിലായിട്ടുള്ള സാധനം. ഓക്കെ. ഫഖാലൂ ഇൻ അത് കിട്ടിയില്ല. ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഓക്കെ. അപ്പോൾ ഈ രണ്ട് മദ്ദും ഞാൻ നീട്ടിയില്ല. മറ്റേ ഇത് ജാ എന്നുള്ളത് നീട്ടി. കാരണം അത് ജാ എന്നുള്ള ഒറ്റ വാക്കാണ് അതിനുള്ളിൽ വന്നാണ്. അതാണ് അതിൻ്റെ തിരിച്ചറിയാനുള്ളൊരു മാർഗം. ഓക്കെ. അതൊന്ന് ശ്രദ്ധിച്ച് ചോദ്യം പ്രാക്ടീസ് ആക്കി നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് അതാണ്. അടുത്ത ആയത്ത് കൂടി നോക്കാം. അതിൽ ഈ സാധനം ഉണ്ടേ. ഖാലൂ മാ അൻതും ഉണ്ടോ? അത് മദ് മുത്തസിലോ മുൻഫസിലോ? പേരിൽ കൺഫ്യൂഷൻ ഉണ്ടായത് മുത്തസിലോ മുൻഫസിലോ? ബിനു മുൻഫസിലാണ്. എന്താണ് എംഫസൽ എന്ന് പറഞ്ഞാൽ വേർതിരിയതാണ്. രണ്ട് വാക്കിലുള്ള സാധനം അർത്ഥം. രണ്ട് വാചകങ്ങൾ കൂടി വരുന്നതിൻ്റെ ഇടയിൽ വരുന്ന മദ്ദാണ്. അതാണ് എംഫസലാണ് മുൻഫസൽ. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒന്നിനുള്ളിലുള്ള. ഓക്കെ. ഇവിടെ അതുകൊണ്ട് നമ്മൾ നീട്ടുന്നില്ല. എന്താ അത്? قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء. അവിടെ മധ്യ സ്കിപ്പ് ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് അവിടെ അത് വമ അല്ലേ? وما أنزل الرحمن من شيء إن أنتم إلا تكذبون. ഓക്കെ. ഇത് ഒരു കഥയാണ്. കഥ മാത്രം പറയാം, വാചകത്തിലൂടെ നമുക്ക് പിന്നെ പോവാം. ഓക്കെ. ഒരു ഗ്രാമക്കാരുടെ കഥയാണ്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. ഒരു ഗ്രാമക്കാരുടെ കഥയാണ് ഇത്. അന്താക്കിയ എന്ന് അറബി പറയും, ആൻറ്റിയോക്ക് എന്ന് പിന്നെ ഇംഗ്ലീഷിൽ പറയുന്ന തുർക്കി ഭൂപ്രദേശത്ത്, ഇപ്പോൾ തുർക്കി ഭൂപ്രദേശത്താണ് സ്ഥലം, ലൊക്കേഷൻ. അതിന് മുമ്പ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല കഥകൾ ഖുർആനിലൂടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സാമ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇവർക്ക് കിട്ടിയ ശിക്ഷകൾ അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾക്കും അള്ളാഹു തരാൻ സാധിക്കും എന്ന് പറയാൻ വേണ്ടി സാമ്യതപ്പെടുത്തുന്നതാണ് ഓരോ കഥകൾ പലപ്പോഴായിട്ട് പറയുന്നത്. കഥകൾ രണ്ട് വിധമുണ്ട് ഖുർആൻ എന്ന് പറയുന്നത്. ഒന്ന് മുമ്പ് സംഭവിച്ച കഥകൾ, രണ്ടൊന്ന് അള്ളാഹ് ഉദാഹരണങ്ങളായിട്ട് ചില കഥകൾ ക്രിയേറ്റ് ചെയ്ത് പറയും. അതിൽ മോറൽ മാത്രം, പക്ഷേ കഥ പണ്ട് സംഭവിച്ചോ ആയിക്കോണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ അൽ ബഖറയിൽ مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. എന്നിട്ട് ഈ കാഫിറുകളോട് പറഞ്ഞത് എന്താ മതി? مثلهم كمثل الذي استوقد نارا. ഒരു ഉദാഹരണം പറയാനുള്ള ഒരാൾ ഒരു വിളക്ക് കത്തിച്ച പോലെ എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം ആളുകൾ വായിച്ചു നോക്കിയാൽ മതി, അത് പറഞ്ഞു കിട്ടും. അത് ഒരു ഉദാഹരണം മാത്രം. അത് പണ്ട് ആരോ കത്തിച്ചോ വിളക്ക് കത്തിച്ചോ അല്ലെങ്കിൽ ആരോ വന്നോ ഒന്നുമില്ല. അതെന്താണ്? ഒരു ഉദാഹരണം. ഫലമ്മ അളാഅത് ലഹും മശൗ ഫീഹി ഇദാ അദ്ലമ അലൈഹിം ഖാമു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ആ ഒരു കത്തിച്ച് വെച്ച് വിളക്ക് പിന്നെ അള്ളാഹു പിൻവലിച്ചില്ല, പാടം ഇരുട്ടായി. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയുന്നത് ഒരു ആ രീതിയിൽ പാരബിൾ എന്ന് പറയും. ഒരു അങ്ങനെയുള്ള ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ഉദാഹരണങ്ങൾ ഉപയോഗിക്കും. പക്ഷെ അത് ആ രീതിയിൽ സംഭവിച്ചായിരിക്കില്ല. പക്ഷേ ചില കഥകൾ മുമ്പ് സംഭവിച്ച സംഗതികൾ അതങ്ങനെ തന്നെ കോട്ട് ചെയ്തിട്ട് പറയും. ഇവിടെ അത് ആ രൂപത്തിലുള്ള കഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ അന്താക്കി എന്ന സ്ഥലത്ത് തുർക്കി ഭാഗത്ത്
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധന കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണിത്. ഓക്കെ, അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ. എന്താർത്ഥം? മുർസലീങ്ങൾ അവർക്ക് വന്നപ്പോൾ വദ്രിബ് ലഹും, ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്ക് നബിയെ. ആർക്ക്? മക്കത്തെ മുശ്രിക്കുകളുടെ ഉദാഹരണം പറഞ്ഞു കൊടുക്കും. എന്താ ഉദാഹരണത്? അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅഹുൽ മുർസലൂൻ. ഈ ഒരു ഗ്രാമത്തിലെ നിവാസികൾ, അവർക്ക് മുർസലീങ്ങളായ ചൊല്ല. എന്നിട്ട് എന്തുണ്ടായി? ഈ മുർസലീങ്ങൾ അയച്ചു. നമ്മൾ ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് അവർ നിഷേധിച്ചു കളഞ്ഞു. ഒന്ന്, ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ഈസാ നബിയുടെ തന്നെ ശിഷ്യന്മാരായ പ്രബോധകന്മാരായ ആൾക്കാർ, ഇപ്പം ബിബ്ലിക്കൽ ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ട് മുഫസ്സിരീങ്ങൾ ചിലരൊക്കെ പറയുന്നത് മറ്റേ മാർക്ക്, ലൂക്ക്, സിയോമൺ എന്നും പറയുന്ന സൈമൺ എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഈ പ്രബോധനത്തിന് പോയത് എന്ന് പറയുന്ന ചരിത്രമായി റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്ന മുഫസ്സിറുകളിൽ ഉണ്ട്. പിന്നെ ഈസാ നബിൻ്റെ കാലത്ത് ഈസാ നബി അയച്ച ഈ പ്രബോധന ദൗത്യവുമായിട്ട് പോയ ദായിമാർ, ഈസാ നബി അയച്ച ആളുകളെ കുറിച്ച് മുർസൽ എന്ന് പറഞ്ഞാൽ ഈസാ നബി അയച്ച സന്ദേശവാഹകന്മാർ നടത്തലാണ്, അല്ലാതെ സാങ്കേതികമായി അള്ളാഹു റസൂൽ എന്നവർക്കല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷേ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അതിൻ്റെ സൺക്ലൂഷൻ പറയുന്നത് അത് പ്രവാചകന്മാർ തന്നെയാണ്. ഈസാ നബിയുടെ കാലത്ത് വേറെയും പ്രവാചകന്മാർ ആ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവാം. കാരണം അതിന് തുടർന്നുള്ള വാചകങ്ങളിലൂടെ അതാണ് മനസ്സിലാവുന്നത്. അതായത് 2 ആളെ അയച്ചു, 2 പ്രവാചകന്മാർ അയച്ചു, അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. മൂന്നാമത്തെ ഒരാളെയും കൂടി അയച്ചു. അസ്സസ് നബി സാലിസിൻ, മൂന്നാമത്തെ ഒരാളെയും കൂടി അയച്ചു. മൂസാ നബീൻ്റെ കൂടെ ഹാറൂൻ നബി അയച്ച മാതിരിയുള്ള സഹായികളായിട്ട് വേറെ പ്രവാചകന്മാരെ 3 ആളെ അയച്ചു. ഈ 3 പേരെയും അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ അവരൊരു കാലവും ഇന്ന ഇലൈക്കും മുർസലൂൻ, ഞാൻ നിങ്ങൾക്ക് അയച്ച പ്രവാചകന്മാരാണ് എന്ന് ഒരർത്ഥത്തിൽ. മറ്റൊരു പറയുന്നതാണ്, ഞങ്ങൾ ഈസാ നബിയുടെ സന്ദേശവുമായി വന്നവരാണ് എന്ന് പറയുന്നില്ല. ഇന്ന ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ അയക്കപ്പെട്ടതാണ് നിങ്ങളുടെ അടുത്തേക്ക് വിവരം പറയാൻ വേണ്ടിയിട്ട് എന്ന് പറയും. പക്ഷേ ഇവരൊന്ന് വിശ്വസിക്കാൻ തയ്യാറാവാതെ പിന്നെ നിഷേധിച്ചു കളഞ്ഞു. എന്നിട്ട് അവർ പറയുന്ന മറുപടി ഉണ്ട്, ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. നമ്മൾ വരാൻ പോകുന്ന വാക്കർത്ഥത്തിൽ നമ്മൾ പോകുന്നവരെ പോകാം. അതാണ്, നിങ്ങൾ വെറും നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരല്ലേ, നിങ്ങളെന്ത് പ്രവാചകന്മാരാ? ഇതാണ് ഒരു കാര്യം. ഇത് തന്നെയാണ് ഇവിടെയും മക്കത്തുള്ള മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാത്തു. മുഹമ്മദ് നമ്മളെ കൂട്ടത്തിൽ വളർത്തിയത് നമ്മളുടെ മുഹമ്മദ് അല്ലേ, ഇങ്ങനെ പ്രവാചകനായതില്ലേ? എനിക്ക് ആകാശത്തിറങ്ങിയിട്ട് ആകാശത്ത് കയറി പിന്നെ ഞങ്ങൾ ഓതുന്ന തരത്തിലുള്ള ഒരു കിതാബുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരണം, എന്നാലാളെ വിശ്വസിക്കുന്നതാണ് മക്കത്തെ മുസ്ലിങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞത്. ആകാശത്ത് ഇങ്ങനെ ഇറങ്ങിയ ആൾക്ക് കാണും, എന്നിട്ട് ഒരു ഗ്രന്ഥമായിട്ട് ഇങ്ങനെ വാ. കാരണം മനുഷ്യനല്ലാത്ത ഒരു സങ്കല്പമാണ് ഇപ്പോൾ പ്രവാചകൻ എന്ന് പറഞ്ഞാലുള്ളത്. നമ്മളെ കൂട്ടത്തിൽ നമ്മളെപ്പോഴത്തെ മനുഷ്യൻ ഇതുവരെ കൂട്ടത്തിൽ ജീവിച്ച ആൾ. അപ്പം പ്രവാചകത്വം അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനുള്ളൊരു കാരണമായിട്ട് ഈ രൂപത്തിലാണ് ന്യായീകരിക്കുക. ഇവിടെ അതേ കാരണമാണ്. നമ്മളെപ്പോഴല്ല ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന വമാ അൻസല റഹ്മാനു മിൻ ഷൈഇൻ, ഒന്നും അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടില്ല. എന്താ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ കള്ളം പറയാൻ. അപ്പോൾ അവർ പിന്നെയും ഖാലു റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, നമ്മുടെ രക്ഷിതാവിനറിയാം ഞങ്ങൾ നിങ്ങളുടേക്ക് ഇറക്കപ്പെട്ട പ്രവാചകന്മാരാണ് എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹുവിന് സാക്ഷി നിർത്തിക്കൊണ്ട് പറയാം. അപ്പോൾ എന്താണെന്ന് പിന്നെ അടുത്തത് എന്താ?
ഖാലു റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് വ്യക്തമായി എത്തിക്കുക എന്നുള്ളൊരു ഒരു ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത്. എത്തിക്കുക എന്നുള്ള ദൗത്യമാണുള്ളത്. അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സമൂഹത്തിൻ്റെ അടുത്തേക്കും ഓരോ പ്രവാചകന്മാരെ അയക്കുക എന്നുള്ളത് അള്ളാഹിൻ്റെ സുന്നത്താണല്ലോ. മാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല എന്നാണ് പറഞ്ഞത് വേറെ സ്ഥലത്ത് ഖുർആനിൽ. ഒരാളെയും അള്ളാഹു ശിക്ഷിക്കുക, ഒരു സമൂഹത്തെയും ശിക്ഷിക്കുകയില്ല അവർക്കൊരു പ്രവാചകനെ അയക്കാതെ. അപ്പം ഓരോ സ്ഥലത്തേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ട് അതുപോലെ പ്രവാചകനെ അയച്ചിട്ട് അവരെ അവസാനം നിഷേധിച്ചു കളഞ്ഞു, അവരെ കൊന്നു കളഞ്ഞു എന്നൊക്കെയാണ് എൻ്റെ ഇത്. അത് നിഷേധിക്കാൻ തയ്യാറായില്ല. അപ്പം ഇത് കേട്ട് ഇവർ 3 പ്രവാചകന്മാർ വന്നിട്ട് ഇവർ അംഗീകരിക്കാത്ത സമൂഹത്തോട് ഒരാൾ ജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത് വരാൻ പോകുന്ന കാര്യം. അതായത് ഒരു മനുഷ്യൻ ഈ സത്യം ഉൾക്കൊണ്ട പ്രവാചകനെ മനസ്സിലാക്കിയ സത്യം ഉൾക്കൊണ്ട ആൾ, ഇവർ 3 പ്രവാചകന്മാർ പോയിട്ട് ഈ നാട്ടിലെ ആളുകൾ പിന്നെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന ഒരവസ്ഥ കണ്ടിട്ട് ഈ പ്രവാചകന്മാരെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് സത്യം അംഗീകരിച്ച ഒരു സത്യവിശ്വാസി ഈ ഗ്രാമത്തിൻ്റെ അറ്റത്ത് ഔട്ട്സ്കേർട്ടിൽ അഖ്സൽ മദീന, ഈ ഗ്രാമത്തിൻ്റെ അറ്റത്തു നിന്നുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഈ പ്രവാചകന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ആളുകളോട് പറയാം, നിങ്ങളെന്തൊരു മനുഷ്യന്മാരാണ്, ഈ പ്രവാചകന്മാർ നിങ്ങൾക്ക് അനുസരിച്ചുകൂടെ, അവർ നിങ്ങളോട് ഒരു ഭൗതികമായ ലാഭവും ഒരു കൂലിയോ ഒന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ എന്നാണ് അടുത്ത സംഭാഷണം അവിടെ ഉള്ളത്. അല്ലേ? എന്തായിരുന്നു അവിടെയുള്ള ആയത്ത്? ഖാലു വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. അപ്പോൾ ഇവർ അവരോട് പറയുന്നുണ്ട് എന്തെന്ന്, ഈ ആളുകൾ നിഷേധികളായ ആൾക്കാർ പറഞ്ഞിട്ട്, ഇന്ത്യ ഭർത്താൻ നമുക്ക് കേൾക്കണം, നിങ്ങൾ നമ്മളെ പിന്നെ ബുദ്ധിമുട്ടിക്കാണ്, നിങ്ങൾ നമ്മളെ ദുശ്ശകനം പാലിച്ച് നിങ്ങൾ വർത്താനം നമുക്ക് കേൾക്കണ്ട, ഒഴിഞ്ഞു പോയിക്കോളി എന്ന രീതിയിലാണ് ഖാലു ഇന്നാ തത്തയ്യർനാ ബിക്കും ലഇല്ലൻ തൻതഹു ലനർജുമന്ന, നിങ്ങൾ ഈ പരിപാടി അവസാനിച്ചില്ലെങ്കിൽ എറിഞ്ഞയാൾ കൊല്ലും നിങ്ങളാണ് എന്ന് പറഞ്ഞു. വല യമസ്സന്നകും മിന്നാ അദാബുൻ അലീം, ശക്തമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാവും, വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അവർ പറയുന്നുണ്ട് ഖാലു ത്വാഇറുക്കും മഅക്കും അഇൻ ദുക്കിർതും. അപ്പോൾ ഈ 3 പ്രവാചകൻ പറയാൻ, നിങ്ങളെ പ്രശ്നം നിങ്ങളുടെ തന്നെയാണ്, ഞങ്ങളുടെ അടുത്തല്ല. നമ്മൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നത്, നിങ്ങളുടെ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല. നിങ്ങളുടെ അടുത്തുള്ള പ്രശ്നം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അല്ലാഹ് അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ശിർക്ക് ചെയ്യുന്നു, അക്രമങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ നമ്മളെ പേരിൽ ദുശ്ശകുനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മളെ പേരിലേക്ക് നിങ്ങൾ ചാർത്തരുത് എന്ന് അവരോട് നല്ല നിലയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് ദുഃഖിർത്തും ബൽ അന്തും ഖൗമുൻ മുസ്രിഫൂൻ, നിങ്ങളാണ് ആ അതിക്രമിച്ച സമൂഹം, നിങ്ങളാകുന്നു എന്ന് കഥ പറഞ്ഞു, അവരോട് പറഞ്ഞു. എന്നിട്ട് വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുൽ, നമ്മൾ വാചകത്തിലൂടെ നമുക്ക് പിന്നെ പഠിക്കാം, കഥ കിട്ടിയാൽ എഴുതിയിട്ട് വെച്ചിട്ടാണ്. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ, ഒരു മനുഷ്യൻ, ഒരാൾ പട്ടണത്തിൻ്റെ അറ്റത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവരോട് പറയാൻ, ഈ പ്രവാചകന്മാരെ നിങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് വിശ്വസിച്ചൂടെ? ഇത്തബിഉൽ മുർസലീൻ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ഈ മുർസലീൻ നിങ്ങൾ പിൻപറ്റൂ, അംഗീകരിക്കൂ, വിശ്വസിക്കൂ. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങളോട് ഒരു പ്രതിഫലം പോലും ആവശ്യപ്പെടുന്നില്ലല്ലോ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് പറയുന്നില്ലല്ലോ. അവർ പറയുന്നതാണ്, നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ മാർഗത്തിലേക്ക് വരുവിൻ എന്ന് മാത്രമേ പറഞ്ഞു, നിങ്ങളുടെ ഒരു കൂലി അവർ ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം സത്യമാണ് എന്ന് പറയാണ്. പക്ഷേ എന്നിട്ട് അദ്ദേഹം തന്നെ ഇവരോട് പറയാം, ഒമാലി അല അബുദുല്ലദീ ഫതറനി വ ഇലൈഹി തുർജഊൻ, എങ്ങനെ ഞാൻ നമ്മളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവ്, നമ്മൾ തിരിച്ചു ചെല്ലേണ്ട ആ സൃഷ്ടാവിനെ അല്ലാതെ എങ്ങനെ നമ്മൾ ആരാധിക്കും? ഒമാലി അല അബുദുല്ലദീ ഫതറനി വ ഇലൈഹി തുർജഊൻ. ഈ ദായി പ്രബോധകനായ ആൾ പറയാണ്, എങ്ങനെ നമ്മൾ അവനെ അല്ലാതെ ആരാധിക്കും? അവനിലേക്കല്ലേ നാം തിരിച്ചു പോകേണ്ടത്? എന്നിട്ട് മുപ്പരെന്ന് പറയാം, അത്തഖിദു മിൻ ദൂനിഹി ആലിഹത്തൻ ഇൻ യുരിദിർ റഹ്മാനു ബിദുർറിൻ ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ഷൈഅൻ വലാ യുൻഖിദൂൻ. അല്ലാഹ് റഹ്മാനായുള്ളവനെ അല്ലാതെ നമ്മൾ മറ്റുള്ള ആളെ ഇലാഹായി സ്വീകരിക്കുകയാണ്. ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ പറ്റാത്ത നമുക്കൊരു ഉപദ്രവം ഉണ്ടായാൽ ആ മാറ്റിത്തരാനോ
ഒരു ഉപകാരം ചെയ്യാനോ പറ്റാത്ത, ഒരു ശഫാഅത്തും ചെയ്യാൻ പറ്റാത്ത, ആരെയും രക്ഷപ്പെടുത്താൻ പറ്റാത്ത, അവർക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റാത്ത ആ ഒരു ആളുകളെ നമ്മൾ ഇലാഹായി സ്വീകരിക്കുക. അത്തഖിദു മിൻ ദൂനി ആലിഹത്തൻ ഇൻ യുരിദിനി റഹ്മാനു ബിദുർറിൻ, പടച്ചവൻ അള്ളാഹു യഥാർത്ഥമായ റബ്ബ് ഒരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാനോ അല്ലെങ്കിൽ അതൊന്ന് ശുപാർശ ചെയ്ത് മാറ്റിത്തരാനോ ചെയ്യാൻ സാധിക്കാത്ത ഇവരെയല്ലേ നമ്മൾ ഇലാഹായി സ്വീകരിക്കുന്നതെന്ന് അവൾ സ്വയം ഇങ്ങനെ പറയാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതൽ ലഫീ വലാലിൻ മുബീൻ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു വലിയ വഴികേടിലുള്ളവനായി പോകുമല്ലോ എന്ന് ഈ പറഞ്ഞ നല്ല ആ ദായിയായ വന്ന മനുഷ്യൻ ഇവനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. ഇന്നി ആമൻതു ബി റബ്ബിക്കും ഫസ്മഊൻ, അതുകൊണ്ട് ഞാൻ നമ്മുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്മഊൻ, അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയാം. പക്ഷേ അവിടെ സംഭവം അതിനുശേഷം പറഞ്ഞ ഖീല ദുഖുലിൽ ജന്ന, പ്രവേശിക്കണം. അപ്പോൾ അവിടെ ഇയാളിത് പറഞ്ഞിട്ട് എല്ലാം കൂടി എറിഞ്ഞ് തല്ലി അടിച്ച് കൊന്നുകളഞ്ഞു. നമ്മളെ ആൾക്കൂട്ട കൊല്ലാന്ന് പറയില്ലേ, ആ എല്ലാ തരത്തിലുള്ള വേദനകൾ അടിച്ച് അവനെ കൊന്നുകളഞ്ഞാണ് ഇത് പറഞ്ഞിട്ട്. അന്നേരവും ഈ പ്രബോധകനായ നല്ല മനുഷ്യൻ അയാൾ പറയുന്നതായിട്ട് അള്ളാഹ് പറയുക, അവരോട് പറഞ്ഞു ഖീല ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് പറയപ്പെട്ടു അവരോട്. കാരണം ഷഹീദല്ലേ, നേരെ സ്വർഗത്തിലേക്ക്. ഖാല, അപ്പോൾ അയാൾ പറയുക യാ ലൈതനീ യാ ലൈത ഖൗമീ യഅലമൂൻ, എൻ്റെ ജനങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എൻ്റെ റബ്ബ് എന്നോട് ചെയ്ത ആ ഗുണം, ഈ ഒരു ആ സത്യത്തിന് എനിക്ക് കിട്ടിയ പ്രതിഫലം എന്താണ് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എന്നെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് കാര്യങ്ങൾ ഇവരറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ള ഒരു കഥയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ വാചകത്തിലൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ ഇൻഷാല്ലാ ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7:30 മണിക്ക് തുടങ്ങി 8:30 അവസാനിക്കും. ഇപ്പോൾ എത്ര മണിയെന്ന് അറിയാം? 9:50 10 മണിയായി. അപ്പോൾ 7:30 തുടങ്ങി 8:30 അവസാനിക്കുന്ന രീതി ഒന്ന് നിങ്ങൾ സമയക്രമം ചെയ്ത് 8:30 നിസ്കരിച്ച് നമ്മൾ ഇവിടുന്ന് ജമാഅത്തെ നിസ്കരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ 9 മണിക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. അപ്പോൾ ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.